ദൈവത്തെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ദൈവത്തെ വിശ്വസിക്കാത്ത വളരെ കുറച്ച് ആളുകളുമുണ്ട്. രണ്ട് കൂട്ടരും ഒരുപോലെ തന്നെ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നുമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ശാസ്ത്രത്തിൻ്റെ ചില തിയറികളും കോൺസെപ്റ്റുകളും ചിലപ്പോൾ ചില ഹൈപ്പോത്തിസിസുകളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് പറയും, ഇത് കാരണമാണ് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഇതാണ് ദൈവം ഉണ്ട് എന്നതിൻ്റെ പ്രൂഫെന്ന്. അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകളും ശാസ്ത്രത്തിൻ്റെ ഒരുപാട് തിയറികൾ ഉപയോഗിക്കാറുണ്ട്, അവരും ഹൈപ്പോത്തിസിസുകൾ ഉപയോഗിക്കാറുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഈ കാരണം കൊണ്ട് ഇവിടെ ക്രിയേറ്റർ ഇല്ല, അല്ലെങ്കിൽ ദൈവമില്ല. രണ്ട് കൂട്ടരുടെയും ശക്തമായിട്ടുള്ള ശാസ്ത്രീയമായ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണമെന്ന് എൻ്റെ അതിയായ ആഗ്രഹമാണ്. ഞാനൊരു പൂർണ്ണമായിട്ടുള്ള എത്തിസ്റ്റാണ്, അല്ലെങ്കിൽ നിരീശ്വരവാദിയാണ്. ഞാൻ ഒരു ആസ്ട്രോഫിസിസ്റ്റ് കൂടിയാണ്. എൻ്റെ PhD ഞാൻ ചെയ്തത് ആസ്ട്രോഫിസിക്സിലാണ്. ഡാർക്ക് മാറ്റർ ആയിരുന്നു എൻ്റെ ഫീൽഡ്. അതുപോലെ കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഞാനൊരു ശാസ്ത്ര അധ്യാപകൻ കൂടിയാണ്. എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ ഈ ഇക്വേഷനുകളിലേക്കും കോസ്മോസിലേക്കും ഒക്കെ നോക്കുമ്പോൾ, ഈവൻ ഡാർക്ക് മാറ്ററിലേക്കൊക്കെ നോക്കുമ്പോഴും എനിക്ക് കാണാൻ സാധിക്കുന്നത് ദൈവമില്ല എന്നുള്ളതാണ്. അതെൻ്റെ പെർസ്പെക്റ്റീവാണ്. എൻ്റെ കാഴ്ചപ്പാട് എന്നെ സംബന്ധിച്ചിടത്തോളം അമൂല്യമാണ്. അതുപോലെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുണ്ട്, അതെല്ലാം അവർക്ക് അമൂല്യം തന്നെയാണ്. ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിൽ ഒരു എത്തിസ്റ്റ് എന്ന വ്യക്തിയുടെ കുപ്പായം ഊരിമാറ്റി ന്യൂട്രലായിട്ടുള്ള ഒരു ജഡ്ജിൻ്റെ കുപ്പായം എടുത്തണിഞ്ഞിട്ടാണ് ഇത് അവതരിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നത്. അതിലെന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം. ക്രിറ്റിസിസം ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എൻ്റെ തെറ്റുകുറ്റങ്ങളും വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ തെറ്റുകുറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് എണ്ണി കമൻറ്റിൽ നിരത്താവുന്നതാണ്. പക്ഷേ രണ്ട് കൂട്ടരുടെയും പക്ഷം പിടിക്കാത്ത ന്യൂട്രലായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീയിസ്റ്റുകളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ശക്തമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ എത്തിസ്റ്റുകളുടെ, അവിശ്വാസികളുടെ ശക്തമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് പരിശോധിക്കാം. കമൻറ്റ് ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം, പക്ഷേ അത് വളരെ സഭ്യമായിട്ടുള്ളൊരു ഭാഷയിലായിരിക്കണം. മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അത്തരത്തിലുള്ള കമൻറ്റുകൾ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മാന്യമായ ഭാഷയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് തന്നെ പ്രകടിപ്പിക്കാം. ഇനിയിപ്പോൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകളാണെങ്കിലും ഒരു കുഴപ്പവുമില്ല. കമൻറ്റുകൾ ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. പക്ഷേ മോശം ഭാഷയാണെങ്കിൽ എനിക്കത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഈ വീഡിയോയെ ഞാൻ ശരിക്കും 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ നമ്മൾ തുടങ്ങുന്നത് സമയത്തിൻ്റെ തുടക്കത്തിൽ നിന്നാണ്, അതായത് ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ നിന്നാണ്. പിന്നീട് നമ്മൾ ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകത്തേക്ക്, അതായത് ആറ്റത്തിൻ്റെയും ഉള്ളിലുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ലോകത്തേക്ക് പോകും. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഉള്ളിലേക്കാണ്, മനുഷ്യൻ്റെ ഉള്ളിലേക്കാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സെല്ലുകളെക്കുറിച്ചും DNA നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കും. ആദ്യം നമുക്ക് സമയത്തിൻ്റെ തുടക്കത്തിലേക്ക് പോകാം. സമയത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ സ്പേസിൻ്റെ തുടക്കം എല്ലാം ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 1380 കോടി വർഷങ്ങൾക്ക് മുൻപാണ് നടന്നത്. ബിഗ് ബാങ് എന്നാണ് നമ്മൾ ആ ഒരു തിയറിയെ വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുള്ള ഒരു തിയറിയാണ്. ആ തെളിവുകൾക്ക് പിന്നീട് നൊബേൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പലരും പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ തുടക്കമാണ് ബിഗ് ബാങ് എന്നാണ്. ഈ പലരും എന്ന് പറയുന്നതിൽ പ്രഗത്ഭരായിട്ടുള്ള ആസ്ട്രോഫിസിസ്റ്റുകളും ഒക്കെ ഉണ്ട്, കോസ്മോളജിസ്റ്റുകളും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവിൽ, ഞാനെന്ന ആസ്ട്രോഫിസിസിസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ ശരിക്കും പ്രപഞ്ചത്തിൻ്റെ തുടക്കമെന്ന് നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി പറയാൻ കഴിയില്ല. ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിൻ്റെ, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന യൂണിവേഴ്സിൻ്റെ തുടക്കം, ഇന്ന് കാണുന്ന മാറ്റേഴ്സിൻ്റെ തുടക്കം, അതായത് മാറ്റർ എന്ന് പറയുമ്പോൾ ഡാർക്ക് മാറ്ററും അല്ലാതുള്ള നോർമലായിട്ടുള്ള ആറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റേഴ്സും ഒക്കെ അതിൽ പെടും. അതുപോലെ സ്പേസിൻ്റെ തുടക്കം, അതാണ് ബിഗ് ബാങ്. അതിനു മുൻപ് മറ്റൊരു പ്രപഞ്ചം ഉണ്ടായിരിക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും നമുക്കറിയാവുന്ന പ്രപഞ്ചമല്ല, നമുക്കറിയാവുന്ന പദാർത്ഥങ്ങളുള്ള പ്രപഞ്ചമല്ല, നമുക്കറിയാവുന്ന 3 ഡയമെൻഷണൽ സ്പേസ് ഉള്ള ഒരു പ്രപഞ്ചമല്ല. അത് മറ്റെന്തൊക്കെയോ ഡിമെൻഷനുകൾ അടങ്ങിയിട്ടുള്ള മറ്റൊരു പ്രപഞ്ചമായിരിക്കാം. അത് വെറും ഹൈപ്പോത്തിസിസ് മാത്രമാണ്. ഞാൻ ആ പറഞ്ഞത് വെറും തോന്നൽ മാത്രമാണ്. പക്ഷേ 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടെന്ന് പറയുന്ന എക്സ്പാൻഷൻ, അത് ഒരു ഹൈപ്പോത്തിസിസ് അല്ല, അതൊരു സയൻറ്റിഫിക് തിയറിയാണ്. ഒരുപാട് പ്രൂഫുകളുള്ള ഒരു തിയറിയാണ്.
ആ ഒരു തിയറി ജോർജസ് ലമൈത്രി പ്രപ്പോസ് ചെയ്യുന്നതിന് മുൻപ് ഗവേഷകർ ഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചിരുന്നത് പ്രപഞ്ചം എക്കാലത്തേക്കും നിലനിൽക്കുന്നതാണെന്നാണ്. അതിനൊരു തുടക്കമില്ല, അതിനൊരു അന്ത്യവുമില്ല, ആദിയുമില്ല, അന്തവുമില്ല. അങ്ങനെയുള്ള ഒരു എൻറ്റിറ്റിയാണ് പ്രപഞ്ചമെന്നാണ് ഗവേഷകർ കരുതിയിരുന്നത്. പക്ഷേ വിശ്വാസികൾക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം ഇതൊരു ക്രിയേറ്റർ ഉണ്ടാക്കിയതാണെങ്കിൽ അതിനൊരു തുടക്കമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഗവേഷകർക്ക് എതിരെ ആ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് വിശ്വാസികൾ മുന്നോട്ട് വന്നിരുന്നു. ആ വിശ്വാസികളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ളൊരു കണ്ടുപിടുത്തമാണ് പിന്നീട് ജോർജസ് ലമൈത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ജോർജസ് ലമൈത്രി ഫീൽഡ് ഇക്വേഷൻ്റെ, ഫ്രൈഡ്മാൻ്റെ ഫീൽഡ് ഇക്വേഷനിൽ നിന്നാണ് ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. ബിഗ് ബാങ് എന്ന പേര് ശരിക്കും അദ്ദേഹം ഇട്ടൊരു പേരല്ല. ബിഗ് ബാങ് അദ്ദേഹത്തിൻ്റെ തിയറിയെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു പേരാണ്. പക്ഷേ ലോകം മുഴുവനും ഇപ്പോൾ ബിഗ് ബാങ് എന്ന പേരിലാണ് ആ തിയറിയെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ജോർജസ് ലമൈത്രി ഫ്രൈഡ്മാൻ്റെ ഫീൽഡ് ഇക്വേഷനിൽ നിന്നാണ് ഈ ഒരു തിയറി കൊണ്ടുവന്നത്. ഫ്രൈഡ്മാൻ അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഇക്വേഷൻസ് ഉണ്ടാക്കിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറിയിൽ നിന്നാണ്. അതായത് എല്ലാത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറിയാണ്. ആ തിയറിയിലൂടെ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് 1380 കോടി വർഷത്തിൽ ആരംഭിച്ചതെന്നാണ് പറയേണ്ടത്. ആരംഭിച്ച എക്സ്പാൻഷൻ അല്ലെങ്കിൽ വികാസത്തിലൂടെയാണ്. ആ വികാസം ഇപ്പോഴും തുടർച്ചയായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വേഗത ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവേഷകരുടെ പക്കൽ ഉത്തരമില്ല. നമ്മൾ ഡാർക്ക് എനർജി എന്ന് പറയുന്നുണ്ട്. കാരണം നമുക്കറിയാത്ത, അദൃശ്യമായിട്ടുള്ള, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു ഊർജം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബാങ് എന്ന തിയറി വന്നതോടുകൂടി ശരിക്കും സന്തോഷിച്ചത് വിശ്വാസികളാണ്. കാരണം വിശ്വാസികളുടെ വാദം അവിടെ ശരിയായി. ഒരു തുടക്കവുമില്ലാത്ത, ഒരു ഒടുക്കവുമില്ലാത്ത ഒന്നല്ല പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട്. ആ തുടക്കം കൃത്യമായിട്ട് എത്ര കോടി വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പോലും കൃത്യമെന്ന് പറഞ്ഞാലും അത് അത്ര കൃത്യമൊന്നുമല്ല. അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കും. അത്ര കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും ഏകദേശം 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ഒന്ന് സംഭവിച്ചു. അതിനെ തുടർന്ന് ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായി വന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിശ്വാസികൾ ഒരു കോൺസെപ്റ്റ് തന്നെ മുന്നോട്ട് വെച്ചു. കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്. ഈ ആർഗ്യുമെൻ്റ് അനുസരിച്ച് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വസ്തു ഉണ്ടാവാൻ ഒരു കാരണം അല്ലെങ്കിൽ ഒരു കോസ് ഉണ്ടായിരിക്കണം. ഇവിടെ ഉണ്ടായി എന്ന് പറയുന്നത് സ്പേസാണ്, ടൈമാണ്, അതുപോലെ ഇന്ന് കാണുന്ന തരത്തിലുള്ള മാറ്റേഴ്സാണ്. ഇത് മൂന്നും ബിഗ് ബാങ്ങിന് മുമ്പ് ഇല്ല. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ കോസ് എന്ന് പറയുന്നത് സ്പേസ് ഇല്ലാത്ത, ടൈം ഇല്ലാത്ത, മാറ്റർ ഇല്ലാത്ത മറ്റെന്തോ ഒരു എൻറ്റിറ്റിയിൽ നിന്നാണ്. ആ എൻറ്റിറ്റിക്കാണ് വിശ്വാസികൾ ദൈവം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. വിശ്വാസികളുടെ വാദം അവിടം കൊണ്ടൊന്നും നിൽക്കുന്നില്ല. അവർ ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ മുന്നോട്ട് വെച്ചു. ഇവിടെ ചില മാത്സ് ഉണ്ട്, ചില മാത്തമെറ്റിക്കൽ വാല്യൂസ് ഉണ്ട്, ഗണിതം. ആ ഗണിതം അല്പമൊന്ന് മാറിക്കഴിഞ്ഞാൽ, ഒരു മൈക്രോസ്കോപ്പിക് ലെവൽ അല്പമൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ജീവൻ ഉണ്ടാകില്ല. ഉദാഹരണം, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ കൃത്യമായിരിക്കണം. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. അതുപോലെ ഇലക്ട്രോൺസിൻ്റെ മാസ്, അതും കൃത്യമായിരിക്കണം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റെ വാല്യൂ അല്പം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും ഒരു നക്ഷത്രം ഉണ്ടാകില്ല. ഇവിടെ ഒരു രീതിയിലും കാർബണിൻ്റെ ഒരു കോമ്പൗണ്ടും ഉണ്ടാകില്ല. കാർബൺ എന്ന എലമെൻ്റ് തന്നെ ഉണ്ടാകില്ല. കാർബണാണ് നമ്മുടെ എല്ലാം ജീവൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് കാർബണാണ്. കാർബൺ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ ജീവനും സാധ്യമല്ല. ആ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റെ വാല്യൂ കൃത്യമായിട്ട് എങ്ങനെയാണ് അങ്ങനെ തന്നെ ആയത്? ബോധപൂർവം ഒരു ഡിസൈനർ അങ്ങനെ തന്നെ ഒരു വാല്യൂ കൊടുത്താൽ മാത്രമല്ലേ ഇവിടെ ജീവൻ ഉണ്ടാകുന്നത്. ഇതാണ് വിശ്വാസികളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ആർഗ്യുമെൻറ്റുകൾ ഒന്ന്. ഇനി എത്തിസ്റ്റുകളുടെ വാദം എന്താണെന്ന് നോക്കാം. എത്തിസ്റ്റുകൾ പറയുന്നത് ബിഗ് ബാങ്ങിൻ്റെ തുടക്കമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ സിംഗുലാരിറ്റി പോയിൻ്റ് എന്ന് പറയുന്നത്, അത് ശരിക്കും ക്ലാസിക്കൽ ഫിസിക്സുമായി ബന്ധപ്പെട്ടതല്ല. കാരണം ആറ്റത്തേക്കാൾ വളരെ വളരെ ചെറിയ വലിപ്പത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സിംഗുലാരിറ്റി പോയിൻ്റാണ്. ആ സിംഗുലാരിറ്റി പോയിന്റിലായിരുന്നു ഇന്ന് കാണുന്ന സകല ഊർജത്തിൻ്റെയും സകല മാറ്ററിൻ്റെയും സാന്നിധ്യം ഉണ്ടായിരുന്നത്. ആ ഊർജ്ജമാണ് പിന്നീട് എക്സ്പാൻഡ് ചെയ്ത് ഇന്ന് കാണുന്ന മാറ്ററായി മാറിയത്. ആ എക്സ്പാൻഷനിലൂടെയാണ് സ്പേസും ടൈമും ഉണ്ടായത്. അതായത് അതിൻ്റെ കോസ് എന്ന് പറയാൻ സാധിക്കുന്നത് അത് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ നിയമങ്ങൾ പാലിക്കുന്ന ഒരു എൻറ്റിറ്റി അല്ല, മറിച്ച് ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒരു ഫീൽഡാണ്. ക്വാണ്ടം ഫിസിക്സ് റെൽമാണ്.
ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുമ്പോൾ ആറ്റത്തേക്കാൾ ചെറിയ ഭാഗങ്ങൾ, അതായത് ആറ്റത്തിൻ്റെയും വളരെ ഉള്ളിൽ സംഭവിക്കുന്ന സബാറ്റോമിക് ലെവൽ സംഭവിക്കുന്ന ശാസ്ത്രമാണ്. ആ ശാസ്ത്രം നമ്മളുടെ ഈ ഒരു ലോകത്ത്, അതായത് ആറ്റത്തേക്കാൾ വലിപ്പമേറിയിട്ടുള്ള ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ലോകത്ത് പരാജയപ്പെട്ടു പോകും. രണ്ടും പരസ്പരം ഒന്നിപ്പിക്കാനായി ശാസ്ത്രജ്ഞർ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നമ്മളെ കൊണ്ട് അത് സാധിച്ചിട്ടില്ല. ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ലോകത്ത് അങ്ങനൊരു കോഴ്സ് ഉണ്ടായിരിക്കണം, പക്ഷേ ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകത്ത് അങ്ങനൊരു കോഴ്സ് ഉണ്ടായിരിക്കില്ല. ക്വാണ്ടം ഫിസിക്സിൻ്റെ പല പ്രോപ്പർട്ടീസും അതുതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ശൂന്യമായിട്ടുള്ള ഒരു സ്പേസിൽ അവിടെ രണ്ട് പദാർത്ഥങ്ങൾ ഉണ്ടായി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു മാറ്ററും ആൻറ്റി മാറ്ററും അവിടെ ഒരു ഉന്മൂലനത്തിന് വിധേയമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പല കോസ്മോളജിസ്റ്റുകളും ക്വാണ്ടം ഫിസിസ്റ്റുകളും ആസ്ട്രോഫിസിസ്റ്റുകളും ഒക്കെ ഉന്നയിക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ബിഗ് ബാങ് അത്തരത്തിലുള്ള ഒരു ഭീമാകാരമായിട്ടുള്ള ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകത്തെ ഒരു വലിയ ഫ്ലക്ച്വേഷൻ ആയിരിക്കാം. ആ ഫ്ലക്ച്വേഷൻ കാരണമായിരിക്കാം ബിഗ് ബാങ് എന്ന എക്സ്പാൻഷൻ ഉണ്ടായത്. ആ പറയുന്ന ഫ്ലക്ച്വേഷൻ അത് ഒരു ഹൈപ്പോത്തിസിസ് ആണെന്ന് കൂടെ നിങ്ങൾ ഓർക്കണം. ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവുകൾ നമുക്കില്ല, പക്ഷേ അങ്ങനൊരു വാദമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ അതിപ്പോഴും തെളിവുകൾ കിട്ടാത്ത ഒരു മേഖലയായിട്ട് തുടർന്നു പോവുകയാണ്. ഇവിടെ ഗവേഷകർ നേരിടുന്ന, അല്ലെങ്കിൽ ശാസ്ത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സിനെയും, അതായത് ആറ്റത്തേക്കാൾ വലിപ്പമുള്ള നമ്മൾ ഈ കാണുന്ന ഈ ലോകത്തിൻ്റെ ഫിസിക്സിനെയും ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള, അതായത് ഇതേ ലോകത്തെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റത്തിൻ്റെ വളരെയധികം ഉള്ളിലുള്ള സബാറ്റോമിക് ലോകം അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകത്തെയും പരസ്പരം ഒന്നിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇവിടുത്തെ നിയമങ്ങളൊന്നും അവിടെ വർക്കാകുന്നില്ല, അവിടുത്തെ നിയമങ്ങളൊന്നും ഇവിടെയും വർക്കാകുന്നില്ല. രണ്ടിനെയും പരസ്പരം കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, തിയറി ഓഫ് എവറിത്തിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ പറയാൻ സാധിക്കും. എന്താണ് സിംഗുലാരിറ്റി എന്ന് പറയാം. ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പദാർത്ഥങ്ങൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് പറയാൻ സാധിക്കും. മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് വെറും കെട്ടുകഥ മാത്രമാണോ അതോ അത് യാഥാർത്ഥ്യമാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ബിഗ് ബാങ്ങിൻ്റെ തുടക്കത്തിൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴും അതൊക്കെ ഒരു ഗവേഷണ ഘട്ടത്തിൽ മാത്രമാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് അത് ഗവേഷണ ഘട്ടങ്ങൾ മാത്രമാണ്. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ പ്രഗത്ഭരായിട്ടുള്ള അനവധി ഗവേഷകർ അവരുടെ ജീവിതകാലം മുഴുവനും പരിശ്രമിച്ചിട്ടും അതിൻ്റെ ഉത്തരം അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. വിശ്വാസികളുടെ ഫൈൻ ട്യൂണിംഗ് കോൺസെപ്റ്റിനെതിരെ അവിശ്വാസികൾ മുന്നോട്ട് വെക്കുന്ന ശാസ്ത്രവാദം എന്താണെന്ന് പരിശോധിക്കണ്ടേ? അതൊരു ഹൈപ്പോത്തിസിസ് ആണ്, മൾട്ടിവേഴ്സ് എന്ന ഹൈപ്പോത്തിസിസ്. സ്ട്രിംഗ് തിയറിയാണ് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവ്. സ്ട്രിംഗ് തിയറി ശരിക്കും ഈ ക്ലാസിക്കൽ ഫിസിക്സിനെയും ക്വാണ്ടം ഫിസിക്സിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഗവേഷണമാണ്. ഒരു പ്രത്യേക ഗവേഷണ മേഖലയാണ്. ഒരുപാട് വർഷമായിട്ട് ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് ശാസ്ത്രീയമായിട്ട് ഉറപ്പിക്കാൻ സാധിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. സ്ട്രിംഗ് തിയറി അനുസരിച്ച് ഇവിടെ ഒരൊറ്റ പ്രപഞ്ചമല്ല ഉള്ളത്, ഒരുപാട് പ്രപഞ്ചങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള, അതായത് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പ്രപഞ്ചങ്ങളുണ്ട്. ഓരോ പ്രപഞ്ചത്തിലെ നിയമങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. ഇവിടുത്തെ നിയമങ്ങളൊന്നും അവിടെ ശരിയായിരിക്കില്ല. ഓരോ പ്രപഞ്ചത്തിനും ഓരോരോ നിയമങ്ങളായിരിക്കും. ഇവിടെ ജിക്ക് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ ആയിരിക്കില്ല മറ്റുള്ള പ്രപഞ്ചങ്ങളിലുള്ളത്. അതായത് അത്തരത്തിൽ അനേകം വാല്യൂകൾ, ആ വാല്യൂസിൻ്റെ കോമ്പിനേഷൻ ഓരോരോ പ്രപഞ്ചങ്ങളിലുമുണ്ട്. ആ പ്രപഞ്ചങ്ങളിലൊന്നും ജീവൻ ഉണ്ടായിരിക്കില്ല, കാരണം അവിടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആവശ്യമായിട്ടുള്ള ഒരു വാല്യൂയിലേക്കില്ലല്ലോ. അത് കാരണം അവിടെ സ്റ്റാർസ് ഉണ്ടാകുന്നില്ല, കാർബൺസ് ഉണ്ടാകുന്നില്ല, ജീവജാലങ്ങൾ ഉണ്ടാകുന്നില്ല, ശൂന്യമായിരിക്കും അവിടെ. ഇവിടെ കാണുന്ന തരത്തിലുള്ള ഒരു പ്രതിഭാസങ്ങളും അവിടെ കാണില്ല. അങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള പ്രപഞ്ചമുണ്ടെങ്കിൽ അതിൽ ചില പ്രപഞ്ചങ്ങളിലൊക്കെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് കൃത്യമായിരിക്കും, ഇലക്ട്രോൺസിൻ്റെ മാസ് കൃത്യമായിരിക്കും. അങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള പ്രപഞ്ചങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലുമൊക്കെ പ്രപഞ്ചങ്ങളിൽ നമ്മളുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ജീവജാലങ്ങൾ ഉണ്ടായിരിക്കണം. ആ ജീവജാലങ്ങൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കും. അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടുമിരിക്കും. ചുരുക്കത്തിൽ നമുക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ച് ഗണിതശാസ്ത്രത്തിൽ കർക്കശക്കാരനായിട്ടുള്ള, പ്രിസൈസ് ആയിട്ടുള്ള ഒരു ക്രിയേറ്ററാണ്, ഒരു ഡിസൈനറാണ്. ആ ഡിസൈനർ ഈ വാല്യൂസ് എല്ലാം കൃത്യമായിട്ട് അളന്ന് കുറിച്ച് വച്ചിരിക്കുകയാണ്. അങ്ങനെ അളന്ന് കുറിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതേസമയം ശക്തമായിട്ടുള്ള രണ്ടാമത്തെ വാദം അനുസരിച്ച് ഇതെല്ലാം ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് ആണ്.
ക്വാണ്ടം ഫ്ലക്ച്വേഷൻസിൽ നിന്നാണ് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ അനേകം പ്രപഞ്ചങ്ങളുണ്ട്. അങ്ങനെ ഇൻഫൈനൈറ്റ് പ്രപഞ്ചമുണ്ടെങ്കിൽ അതിലൊരു പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഒന്നിലധികം പ്രപഞ്ചങ്ങളിൽ ഈ കോൺസ്റ്റൻസിൻ്റെയൊക്കെ വാല്യൂ കൃത്യമായിരിക്കും. ആ കൃത്യമായിട്ടുള്ള വാല്യൂ കാരണം അവിടെ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കും. സ്പേസിൽ നിന്ന് നമുക്കിനി ഭൂമിയിലേക്ക് മടങ്ങി വരാം. ഭൂമിയിലുള്ള ജീവജാലങ്ങളിലേക്ക് വരാം. ജീവജാലങ്ങൾ തന്നെ നമ്മളുടെ ശരീരം എടുക്കാം. വിശ്വാസികളുടെ വാദത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ്. നമ്മുടെ ശരീരം ഒന്ന് പരിശോധിക്കൂ, എത്രമാത്രം കൃത്യമാണ്. അതിലുള്ള സെല്ലുകളൊന്ന് പരിശോധിക്കൂ. ആ സെല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന DNA ഒന്ന് പരിശോധിക്കൂ. അതിലൊരു ചെറിയ മാറ്റം പോലും ഉണ്ടാകാൻ പാടില്ല. അതങ്ങനെ തന്നെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ മനുഷ്യരാകുന്നത്. ഈ സെല്ലുകളെല്ലാം ഓരോ മെഷീൻസ് പോലെയല്ലേ? വിദഗ്ധനായിട്ടുള്ള ഒരു ഡിസൈനർ ഡിസൈൻ ചെയ്തുണ്ടാക്കിയിട്ടുള്ള മെഷീനുകൾ. ആ മെഷീനുകൾ പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഓരോ ഭാഗങ്ങളും സെല്ലുകളും ആ സെല്ലുകളിലെ DNA ഒക്കെ പ്രവർത്തിക്കുന്നത്. അതിലെ DNA നമുക്കെടുക്കാം. ആ DNA അത് വെറും കെമിക്കൽ മാത്രമല്ല, അത് ശരിക്കും ഒരു പ്രോഗ്രാമിംഗ് ആണ്, ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ പെർഫോമൻസും ഓരോ പ്രവർത്തനങ്ങളും അതെല്ലാം അതിൽ കോഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഓരോന്നും സംഭവിക്കുന്നത്. ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ രുചി കിട്ടുന്നില്ലേ? ആ ആപ്പിളിൻ്റെ രുചി കിട്ടാനുള്ള കാരണം പോലും ആ DNA ആണ്. ആ DNAയിൽ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമാണ്. ബിൽ ഗേറ്റ്സ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, DNA എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെയാണെന്ന്. പക്ഷേ ആ പ്രോഗ്രാം ഒരു മനുഷ്യനെ കൊണ്ട് എഴുതാൻ സാധിക്കില്ല. കാരണം അതൊരു എക്സ്ട്രാ ഓർഡിനറി പ്രോഗ്രാമാണ്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഗ്രാമുകളെക്കാൾ ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാം. വിശ്വാസികൾ പറയുന്നത് ആ പ്രോഗ്രാം എഴുതാൻ മനുഷ്യനൊരിക്കലും സാധിക്കില്ല. ആ പ്രോഗ്രാമിൽ നിന്ന് മനുഷ്യനെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനൊരു ജീവജാലത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ ശാസ്ത്രത്തിന് സാധിക്കുന്നില്ല. പക്ഷേ ആ കോഡ് ഉപയോഗിച്ചിട്ട് മനുഷ്യ ശരീരം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ പല ജീവജാലങ്ങളും ഉണ്ടാകുന്നുണ്ട്. അവരുടെ ഉള്ളിലെല്ലാം ജീവൻ എന്ന അത്ഭുതമായിട്ടുള്ള ഒരു ശക്തിയും ഉണ്ടായിരിക്കുന്നുണ്ട്, ഒരു മാജിക്കൽ പവറും ഉണ്ടായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇവല്യൂഷനെ തള്ളിപ്പറയുന്ന ഒരു വാദം കൂടി വിശ്വാസികളുടെ പക്കലുണ്ട്. അതാണ് ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി. മിക്കപ്പോഴും ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റിയെ വിശദീകരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, ബാക്ടീരിയൽ ഫ്ലജെല്ലം. അതിൻ്റെ ഒരറ്റത്ത് ചാട്ടവാറ് പോലെയുള്ള ഒരു അവയവമുണ്ട്, ഒരു വാലെന്നൊക്കെ പറയാൻ സാധിക്കുന്ന ഒരു അവയവമുണ്ട്. ആ വാൽ ഉപയോഗിച്ചിട്ടാണ് ഈ ബാക്ടീരിയൽ ഫ്ലജെല്ലം നീന്തുന്നത്. ആ വാലുണ്ടായിരിക്കുന്നത് 40 വ്യത്യസ്തമായിട്ടുള്ള പ്രോട്ടീനുകൾ ചേർന്നിട്ടാണ്. എവല്യൂഷൻ തിയറി അനുസരിച്ച് ഒറ്റയടിക്ക് ആ 40 പ്രോട്ടീനുകൾ കൂടി ചേർന്ന് ഒരിക്കലും ആ ഒരു ചാട്ടവാറ് പോലെയുള്ള ഒരു ഫിലമെൻ്റ് ഉണ്ടാകില്ല. അതിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണം. അപ്പോൾ ആദ്യം ഉണ്ടായിരിക്കുന്നത് 40 പ്രോട്ടീനുകളായിരിക്കില്ല. 40-ന് തൊട്ട് മുമ്പ് ഒരു 36 ആയിരിക്കാം, 30 ആയിരിക്കാം, 20 ആയിരിക്കാം, 10 ആയിരിക്കാം, തുടക്കം 1 ആയിരിക്കാം. അങ്ങനെ 1 ആയിരിക്കുമ്പോഴും 10 ആയിരിക്കുമ്പോഴും 20 ആയിരിക്കുമ്പോഴും അതിന് ഒരു വാല് പോലെ അല്ലെങ്കിൽ നീന്താൻ സാധിക്കുന്ന ഒരു അവയവം പോലെ ഒരിക്കലും പ്രവർത്തിക്കാൻ സാധിക്കില്ല. ആ 40 എണ്ണവും കൃത്യമായിട്ട് അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് വാല് പോലെ നീന്താൻ സാധിക്കുന്നത്, വാല് പോലെ അത് ആട്ടി നീന്തുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നീന്താൻ സാധിക്കുന്ന ഒരു അവയവമായിട്ട് മാറാൻ എവല്യൂഷൻ ബോധപൂർവം ഇങ്ങനെ അടുക്കി വെച്ച് 40 പ്രോട്ടീനെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണോ? എവല്യൂഷൻ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. 40 പ്രോട്ടീനുകൾ കൂടിച്ചേർന്നപ്പോഴാണ് ആ ചാട്ടമാറ് പോലെയുള്ള ആ ഫിലമെൻ്റ് ശരിക്കും ഉണ്ടായത്. പക്ഷേ അതിനു മുമ്പ് അവിടെ വേറെ അവയവമുണ്ടായിരുന്നു. ആ അവയവത്തിന് ഈ ജോലി ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിൻ്റെ ജോലി തീർത്തും വ്യത്യസ്തമായിരുന്നു. ഗവേഷകർ പിന്നീട് ബാക്ടീരിയൽ ഫ്ലജെല്ലത്തിൻ്റെ ഒരു പിൻഗാമിയെ കണ്ടെത്തി. അതിന് ഇതേപോലെ തന്നെ ഒരു അവയവം ഉണ്ടായിരുന്നു, പക്ഷേ 40 പ്രോട്ടീനുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു അവയവമായിരുന്നില്ല. T3SS അല്ലെങ്കിൽ T3 സെക്രീഷൻ സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര്. അത് വാല് പോലെ നീന്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു അവയവമല്ല, മറിച്ച് അതിന് വിഷം ഇഞ്ചക്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഒരു സിറിഞ്ച് പോലെ അത് വിഷം കുത്തിവെക്കുമായിരുന്നു. മുമ്പുണ്ടായിരുന്ന അവയവങ്ങൾക്ക് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ മാറ്റങ്ങൾ സംഭവിച്ച് അതിൻ്റെ ഉപയോഗം തന്നെ മാറിപ്പോയി. അത് ഉപയോഗിക്കുന്നത് വേറെ പല കാര്യങ്ങൾക്കായിരുന്നു. കണ്ണും ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു അവയവമാണ്. കണ്ണ് വളരെ വളരെ കോംപ്ലക്സ് ആണ്. ആ കണ്ണിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചശക്തി പോലും നഷ്ടപ്പെട്ടു പോകും.
പക്ഷേ കണ്ണിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? എവല്യൂഷൻ അനുസരിച്ച് കണ്ണിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ശരിക്കും ഒരു ത്വക്കായിരുന്നു. ത്വക്കിലെ കുറേയധികം സെല്ലുകളായിരുന്നു. ആ സെല്ലുകൾക്ക് പ്രകാശമുണ്ടോ പ്രകാശം ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. ആദ്യത്തെ കണ്ണുകളൊക്കെ അങ്ങനെയാണ്. പിന്നീട് ഈ ത്വക്കുകളൊക്കെ മടങ്ങി ഉള്ളിലേക്ക് മാറി അത് ഒരു അവയവമായിട്ട് മാറി, മറ്റൊരു അവയവമായിട്ട് മാറി. അത് ഒരു ലെൻസായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ സെല്ലിന് പിന്നീട് മറ്റുള്ള വസ്തുക്കളുടെ അനക്കം തിരിച്ചറിയാൻ സാധിച്ചു. ആദ്യം തിരിച്ചറിഞ്ഞത് പ്രകാശമുണ്ടോ പ്രകാശമില്ലയോ എന്നാണ്. എന്നാൽ പിന്നീട് ഓരോ വസ്തുക്കളുടെയും ചലനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ കണ്ണ് കുറേ കൂടി കോംപ്ലക്സ് ആകാൻ തുടങ്ങി. അങ്ങനെ കോംപ്ലക്സായി അനവധി വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളും ഷേപ്പുകളും രൂപങ്ങളുമൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധ്യമായി. അങ്ങനെയാണ് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കണ്ണുണ്ടായത്. പരിണാമം അത് ബോധപൂർവമായിട്ടുള്ളൊരു മാറ്റമല്ല, ഒരു റാൻഡം പ്രോസസ്സുമല്ല. അത് ഒരു റാൻഡം മ്യൂട്ടേഷൻ്റെയും റാൻഡം അല്ലാത്ത സർവൈവലിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഒന്ന് പരിശോധിച്ച് നോക്കുക. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എവല്യൂഷന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന വാക്കുകളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ കാര്യം തന്നെ, നിങ്ങളുടെ മൈൻഡ് ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എവല്യൂഷന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കരുതിയിരുന്നത് നമ്മളുടെ മൈൻഡ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു എൻറ്റിറ്റിയാണെന്നാണ്. നമ്മളതിനെ സോൾ എന്നോ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നോ ഒക്കെ വിശേഷിപ്പിക്കും. എന്നാൽ പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗവേഷകർ അതിൻ്റെ ഉത്തരത്തിലേക്കെത്തി. നമ്മളുടെ ചിന്തകളെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ ആ കോൺഷ്യസ്നെസ് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഭാഗമാണ്. നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി ന്യൂറോൺസ് ഉണ്ട്. ന്യൂറോൺസിൻ്റെ ശൃംഖലയുണ്ട്. ആ ശൃംഖലകളിലൂടെ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കൈവഴികളിലൂടെ നിരന്തരമായി വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രിക് സിഗ്നലുകൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ആ ഇലക്ട്രിക്കൽ സിഗ്നലുകളാണ് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ നിയന്ത്രിക്കുന്നത്. ഞാൻ നിങ്ങളോടിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും എൻ്റെ തലച്ചോറിലുള്ള ന്യൂറോൺസിലൂടെ കടന്നു പോകുന്ന വ്യത്യസ്തമായിട്ടുള്ള ന്യൂറോൺ കൈവഴികളിലൂടെ പാത്തുകളിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് തരംഗങ്ങൾ കാരണമാണ്. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതുപോലെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങളുടെ പ്രവൃത്തിക്കും എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ന്യൂറോണിൻ്റെ പാത്തുകളാണ്. നിങ്ങളുടെ ഓർമ്മശക്തി പോലും ന്യൂറോൺസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കൈവഴികളിലൂടെ സഞ്ചരിക്കുന്ന ഇലക്ട്രിക് തരംഗമാണ്. ഒരു ക്രിക്കറ്റ് ബോൾ നിങ്ങൾ കാണുമ്പോൾ അത് ക്രിക്കറ്റ് ബോൾ ആണെന്ന് അപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉത്തരമായിട്ട് വരില്ലേ? നിങ്ങളുടെ നാവിൻ്റെ തുമ്പത്ത് വന്ന് ആ ഉത്തരം ഇരിക്കും. എങ്ങനെയാണ് പെട്ടെന്ന് നിങ്ങൾക്കത് ക്രിക്കറ്റ് ബോളാണെന്ന് പറയാൻ സാധിക്കുന്നത്? അത് നിങ്ങളുടെ മെമ്മറിയാണ്. ആ മെമ്മറി നിങ്ങളുടെ തലച്ചോറിലെ ന്യൂറോൺ പാത്തുകളിലൂടെ കടന്നു പോകുന്ന എല്ലാ ന്യൂറോൺ പാത്തുകളിലൂടെ അല്ല, അതിലെ ഒരു പ്രത്യേക ന്യൂറോൺ പാത്തിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് തരംഗമാണ്. നിങ്ങളുടെ എല്ലാ ഓർമ്മശക്തിയും ഇത്തരത്തിൽ കടന്നു പോകുന്ന ന്യൂറോൺ തരംഗമാണ്. അങ്ങനെ നിങ്ങൾ നിരന്തരമായിട്ടൊരു കാര്യം ആവർത്തിക്കുമ്പോൾ ഒരു പ്രത്യേക പാത്തിലൂടെ നിരന്തരമായിട്ട് ഇലക്ട്രിക് തരംഗം കടന്നു പോകും. പിന്നീട് ആ ഇലക്ട്രിക് തരംഗത്തെ ആവർത്തിക്കാൻ എളുപ്പമാണ്, കാരണം നിരന്തരമായിട്ട് അതങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പറയാം. എന്നാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്ക്, ഒരു വലിയ സെൻറ്റൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും പെട്ടെന്ന് തന്നെ ഓർത്തെടുത്ത് പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. കാരണം ആ ന്യൂറോൺ പാത്തിലൂടെ കാര്യമായിട്ട് ഇലക്ട്രിക് തരംഗം പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ വളരെ പ്രയാസമായിട്ട് തോന്നുന്നത്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ചില സിനിമകളിലെ ഡയലോഗുകൾ, അല്ലെങ്കിൽ ചില സിനിമകളുടെ പേരുകൾ, ആ സിനിമയിലെ കഥകൾ, അതുമല്ലെങ്കിൽ നമ്മൾ വായിച്ച ചില പുസ്തകങ്ങളിലെ രസകരമായിട്ടുള്ള ചില സംഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങൾ, അതൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ഓർത്തെടുത്ത് പറയാനായിട്ട് സാധിക്കും. കാരണം അത് നമ്മുടെ തലച്ചോറിലുണ്ടാക്കുന്ന ന്യൂറോൺ പാത്ത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അതുവഴി ഇലക്ട്രിക് തരംഗത്തെ കടത്തിവിടാനും ഒക്കെ സാധിക്കും. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയം പഠിക്കാനായിട്ട് ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയത്തെ സിംപ്ലിഫൈ ചെയ്യണം.
സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പാത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു സംഗതിയായിരിക്കണം. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു സംഗതിയായിട്ട് അതിനെ നിമോണിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കണം. നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ ഇത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാനൊരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് നടത്തുന്ന കാര്യം നിങ്ങൾക്കറിയാം. അത് പൂർണ്ണമായിട്ടും നിമോണിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് തരംഗം നിങ്ങളുടെ ന്യൂറൽ സിസ്റ്റത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ്ങിലൂടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. താല്പര്യമുള്ളവർക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ബ്രൈറ്റ് കേരളേറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇത് അവൈലബിൾ ആണ്. ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ തന്നെ, അത് എന്ത് വ്യത്യസ്തമായിട്ടുള്ള വിഷയമാണെങ്കിലും അതെല്ലാം ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിൽ എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയോ അതുമല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങൾക്ക് നേരിട്ട് എന്നോട് ചോദിക്കാം. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓൾറെഡി ഇതിൽ തന്നെ 25 വ്യത്യസ്തമായിട്ടുള്ള ട്രിക്കുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. സ്ക്രീനിൽ കാണുന്നത് പോലെ MPK20 എന്ന പ്രോമോ കോഡ് അതിനുവേണ്ടി ഉപയോഗിക്കുക. മൈൻഡിനെ കുറിച്ച്, ഫീലിങ്ങിനെ കുറിച്ച് തീയിസ്റ്റുകളുടെ, അതായത് വിശ്വാസികളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. വിശ്വാസികൾ മുന്നോട്ട് വെക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രോബ്ലമുണ്ട്, ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ്. ചില കാര്യങ്ങൾ, ചില ഫീലിങ്സുകൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ശാസ്ത്രത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായെന്ന് കരുതുക. ആദ്യമായിട്ട് നിങ്ങൾ ആ കുഞ്ഞിനെ കാണുന്നു. ആ കുഞ്ഞിനെ നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ എടുക്കുകയാണ്. നിങ്ങളുടെ കൈകളിൽ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ഫീലിംഗ് ഉണ്ടാകും. എങ്ങനെയാണ് ആ ഫീലിംഗ് ഉണ്ടായത്? അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല. ന്യൂറൽ നെറ്റ്വർക്കിലൂടെ ഒരു പ്രത്യേക ഇലക്ട്രിക് തരംഗം കടന്നു പോയിട്ടുണ്ട്, ഒരു പ്രത്യേക പാത്തിലൂടെ. പക്ഷേ അങ്ങനെ പാത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു ഇലക്ട്രിക് തരംഗത്തെ എങ്ങനെയാണ് ആ ഫീലിംഗ് ആയിട്ട്, കൃത്യം അതേ ഫീലിംഗ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്? ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന ആ ഫീലിംഗ് തീർത്തും വ്യത്യസ്തമായിരിക്കും. എനിക്കുണ്ടാകുന്ന ഫീലിംഗ് ആയിരിക്കില്ല മറ്റൊരാൾക്ക്. ഞാനൊരു പക്ഷേ ചിരിക്കുകയായിരിക്കും, സന്തോഷിക്കുകയായിരിക്കും. മറ്റൊരാൾ സന്തോഷത്തോടെ കരയുകയായിരിക്കും, അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരിക്കും. നമ്മളെല്ലാവരും സന്തോഷത്തെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. ശരിക്കും ആ ട്രാൻസ്ലേഷൻ, ന്യൂറൽ പാത്തിലൂടെ കടന്നു പോകുന്ന ആ ഇലക്ട്രിക് തരംഗത്തെ എങ്ങനെയാണ് ഈ ഫീലിംഗ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? നിങ്ങളൊരു ആപ്പിൾ കഴിക്കുമ്പോൾ അതിൻ്റെ രുചി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ രുചിയായിട്ട് എങ്ങനെയാണ് ഇവിടെ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നത്? ശാസ്ത്രം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നന്നായി ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ശാസ്ത്രത്തിന് ഏറ്റവും മികച്ച സൂപ്പർ കമ്പ്യൂട്ടറുകളെ ഉണ്ടാക്കാം. ഒരുപാട് സൂപ്പർ കമ്പ്യൂട്ടറുകളെ ഉണ്ടാക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനും ഒന്നും ആ ഫീലിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ആ ഫീലിങ്സ് ഉണ്ടാക്കാൻ സാധിക്കാത്തത്? കാരണം നമുക്കറിയില്ല. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ന്യൂറോൺസിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. ആ ന്യൂറോൺസിൻ്റെ പ്രവർത്തനം നമ്മളത് മറ്റൊരു രീതിയിൽ ആവിഷ്കരിക്കുകയാണ്. ആ ആവിഷ്കാരത്തിലൂടെയാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന ChatGPT ഒക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഫീലിങ്സ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഫീലിംഗ്, ആ ട്രാൻസ്ലേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതറിഞ്ഞാൽ മാത്രമല്ലേ നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ChatGPT പോലുള്ള ഒരു LLMലേക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. നമ്മളെക്കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് എത്തിസ്റ്റുകളുടെ വ്യൂ പോയിൻറ്റിലേക്ക് വരാം. 86 ബില്യൺ ന്യൂറോണുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ആ 86 ബില്യൺ ന്യൂറോണുകളുടെ ഒരു കോമ്പിനേഷൻ കാരണമാണ് ഈ ഫീലിങ്ങുകൾ ഉണ്ടാകുന്നത്. ഒരു നനഞ്ഞ തോർത്ത് നമ്മൾ എടുക്കുക. ആ നനഞ്ഞ തോർത്ത് എങ്ങനെയാണ് നനഞ്ഞതാകുന്നത്? സിമ്പിളാണ്, വെള്ളം കോരി ഒഴിക്കുമ്പോൾ. പക്ഷേ ശരിക്കും അടിസ്ഥാനപരമായിട്ട് അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വെള്ളമെന്ന് പറയുന്നത് കോടാനുകോടി ജലകണങ്ങളുടെ, വാട്ടർ ഡ്രോപ്സിൻ്റെ, അതുമല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ H2 എന്ന കോമ്പൗണ്ടിൻ്റെ കോമ്പിനേഷനാണ്. അങ്ങനെ കോടാനുകോടി H2O ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ, ഒന്നിച്ച് ചേരുമ്പോഴാണ് അവിടെ വെറ്റ്നെസ് അല്ലെങ്കിൽ നനവെന്ന് പറയുന്ന ഒരു വസ്തുത ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഫീലിങ്സും അങ്ങനെ തന്നെയാണ്. അത് കുറേയധികം ന്യൂറോൺസുകളുടെ കോമ്പിനേഷനാണ്.
നമ്മളുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന പല അവയവങ്ങളുടെയും കോമ്പിനേഷനാണ്. ആ അവയവങ്ങളുടെ കോമ്പിനേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് ഈ ഫീലിങ്സ് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും ശരിക്കും ശാസ്ത്രത്തിന് ആ ഫീലിങ്സിലേക്കുള്ള ട്രാൻസ്ലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഭാഗമാണ് ഈ ഫീലിങ്ങുകൾ. ആ ഫീലിങ്ങുകളെ നമുക്ക് മാറ്റാൻ പറ്റും ശാസ്ത്രീയമായിട്ട്. ഡിപ്രഷൻ ബാധിച്ചിട്ടുള്ള ആളുകൾ, ആങ്സൈറ്റി ഇഷ്യൂ ഉള്ള ആളുകൾ, അവർ എന്തൊക്കെ ചിന്തിച്ചാലും അവരുടെ മനസ്സിലേക്ക് വരുന്നത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് മാത്രമാണ്. എപ്പോഴും അവർക്ക് സങ്കടമാണ്. പക്ഷേ അതിനെ നമുക്ക് ശാസ്ത്രീയമായിട്ട് മാറ്റാൻ സാധിക്കും. മരുന്നുകളിലൂടെ, തെറാപ്പിയിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും. ആങ്സൈറ്റിയെക്കുറിച്ചും ഡിപ്രഷനെക്കുറിച്ചും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, പരിശോധിക്കുക. എങ്ങനെയാണ് ആങ്സൈറ്റിയെ ശാസ്ത്രീയമായിട്ട് മാറ്റുന്നതെന്നാണ് അതിൽ വിശദീകരിച്ചിരുന്നത്. അതായത് ശാസ്ത്രീയമായിട്ട് നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ മാറ്റാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുവെന്നാണ്, മരുന്നുകളുടെ സഹായത്താൽ അല്ലെങ്കിൽ കെമിക്കൽസിൻ്റെ സഹായത്താൽ. എപ്പോഴും സങ്കടം തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആ സങ്കടത്തെ നമുക്ക് എടുത്തു മാറ്റാൻ സാധിക്കും നിരന്തരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ. എവല്യൂഷണൽ സൈക്കോളജിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഹൈപ്പർ ആക്റ്റീവ് പാരൻറ് സീക്കിങ്. മനുഷ്യൻ എപ്പോഴും ഒരു പാരൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ പാരൻ ശരിയായിരിക്കില്ല, അവിടെ അങ്ങനൊരു പാരൻ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ടായിരിക്കില്ല. പക്ഷേ മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ്. നമുക്കൊരു പ്രാചീന കാലഘട്ടത്തിലേക്ക് പോകാം. അവിടെ ഒരു മനുഷ്യൻ വേട്ടയാടാൻ ശ്രമിക്കുകയാണ്. പതിയെ ശബ്ദമുണ്ടാക്കാതെ അവിടെ ഇരയാക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ജീവി ഉണ്ടോ എന്ന് അയാൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഒരു അനക്കം, എന്തോ ഒരു ജീവി അനങ്ങിയതുപോലെ തോന്നി. അതിന് രണ്ട് സാധ്യതയാണുള്ളത്. ഒന്നെങ്കിൽ ആ ഭാഗത്തൂടെ കാറ്റ് പോയിട്ടുണ്ടായിരിക്കാം, വായുവിൻ്റെ ആ ഒരു പ്രവാഹം കാരണം അവിടെയുള്ള കുറ്റിക്കാട് ഒന്ന് അനങ്ങിയതായിരിക്കാം. അതുമല്ലെങ്കിൽ ആ മനുഷ്യനെ വേട്ടയാടാൻ കെൽപ്പുള്ള ഒരു ജീവി, ഒരു കടുവയായിരിക്കാം, ഒരു സിംഹമായിരിക്കാം, ഒരു പുലിയായിരിക്കാം, അതവിടെ പതുങ്ങിയിരിപ്പുണ്ടായിരിക്കാം. എപ്പോൾ വേണമെങ്കിലും നിൻ്റെ ദേഹത്തേക്ക് ചാടാം. അതിനെ വേണമെങ്കിൽ ശാസ്ത്രീയമായിട്ട് നമുക്ക് വിശകലനം ചെയ്യാനായിട്ട് ശ്രമിക്കാം, അവിടെ പരിശോധിക്കാം. അതുമല്ലെങ്കിൽ അതൊരു പുലിയാണെന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തിരിഞ്ഞോടി രക്ഷപ്പെടാൻ ശ്രമിക്കാം. ഇതിലേതായിരിക്കും മനുഷ്യൻ തിരഞ്ഞെടുക്കുക? നമ്മുടെ പ്രാചീന മനുഷ്യർ തിരഞ്ഞെടുത്തിരുന്നത് തിരിഞ്ഞോടാൻ വേണ്ടിയിട്ടാണ്. അവിടെ കാറ്റാവാനുള്ളൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ മനുഷ്യന് ഭക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ജീവി ആയിരിക്കാം. എന്തായാലും അവനവൻ്റെ ജീവനെ രക്ഷപ്പെടുത്താനായിട്ട്, സർവൈവ് ചെയ്യാനായിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇതുപോലെയാണ് പല പാറ്റേണുകളും നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന പാറ്റേൺ തെറ്റായിരിക്കും, പക്ഷേ ആ പാറ്റേൺ പലപ്പോഴും നമ്മളെ സംരക്ഷിക്കാറുണ്ട്. അത് മനുഷ്യനാക്കി മാറ്റിയിട്ടുള്ള മനുഷ്യൻ്റെ ചില ഫീച്ചേഴ്സിൽ ഒന്നാണ്. എത്തിസ്റ്റുകൾ പറയുന്നത് അത്തരത്തിൽ മനുഷ്യനുണ്ടാക്കിയെടുത്ത ഒരു പാറ്റേൺ മാത്രമാണ് ദൈവമെന്നാണ്. എത്തിസ്റ്റുകളുടെ പെർസ്പെക്റ്റീവാണ്, എൻ്റെയും പെർസ്പെക്റ്റീവാണ്. പക്ഷേ അത് അങ്ങനെ തന്നെയാണോ? ഞാൻ പറയുക അതങ്ങനെ തന്നെയാണെന്നായിരിക്കും. എന്നാൽ ഇവിടെ വ്യത്യസ്തരായിട്ടുള്ള അനവധി മനുഷ്യരുണ്ട്. അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം പോലെയല്ല, അല്ലെങ്കിൽ അവരുടെ ചിന്ത പോലെയൊന്നും ആയിരിക്കില്ല എൻ്റെ ചിന്ത. പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരിക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കാൻ ശീലിക്കണം. അത് പക്ഷേ നമ്മുടെ അഭിപ്രായത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരിക്കും. അത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ, മാന്യമായ രീതിയിൽ നമുക്കത് അവതരിപ്പിക്കാൻ സാധിക്കണം. അതങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് നമ്മുടെ ആശയം ഒരു ഭയവുമില്ലാതെ തന്നെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. പക്ഷേ അധിക്ഷേപിക്കാനുള്ള ഒരു അവകാശവുമില്ല, അതാർക്കുമില്ല. അത് എത്തിസ്റ്റ് ആണെങ്കിലും തീയിസ്റ്റ് ആണെങ്കിലും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയമാണ് ഉള്ളതെന്നുള്ള പേരിൽ ഒരിക്കലും അയാളെ അധിക്ഷേപിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മാന്യമായ രീതിയിൽ തന്നെ, മാന്യമായ ഭാഷയിൽ തന്നെ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒരു വിഭാഗത്തോടല്ല പറയുന്നത്, രണ്ട് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളോടാണ് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് തന്നെ ശരിയല്ല. കാരണം ഈ തീയിസ്റ്റുകൾ എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അനവധി തീയിസ്റ്റുകളുണ്ട്. എത്തിസ്റ്റുകൾ തന്നെ തീർത്തും വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് മനുഷ്യ സഹജമാണ്. കാരണം നമ്മളെല്ലാം യുണീക്കല്ല, നമ്മളെല്ലാം ഡിഫറൻ്റ് ആണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ എത്തിസ്റ്റ് തീയിസ്റ്റ് എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പല്ല ശരിക്കും ഇവിടെ ഉള്ളത്. ഇവിടെ കുറേയധികം ഗ്രൂപ്പുകളാണുള്ളത്.
ഷെയ്ഡ്സാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. വെറും ബ്ലാക്കും വൈറ്റും മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കോടാനുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡുകളുണ്ട്. ശരിക്കും അതുതന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് പറയുന്നത്. വ്യത്യസ്തത, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ. പക്ഷേ അത് ആരോഗ്യകരം കൂടിയായിരിക്കണം. പരസ്പരം വേട്ടയാടാൻ വേണ്ടി ആയിരിക്കരുത് ആ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും അഭിരുചികളുമൊക്കെ ഉന്നയിക്കേണ്ടത്.